അവിടുത്തെ ജനത്തെ കൂട്ടിവരുത്തണമേ. ആത്മാവിന്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു പകലായി തിരുവാൻ ദൈവാത്മാവെ ഇടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗീയ സന്തോഷങ്ങൾ ഹൃദയങ്ങളിൽ ഞങ്ങളുടെ നിലവുകളിൽ ചിന്താമണ്ഡലങ്ങളിൽ വ്യാപരിക്കപ്പെടുവാൻ, ദൈവകൃപയുടെ മഹത്വം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ, ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ, ഈ പകൽ അവിടുത്തെ ദൈവശക്തികൾ അനുഭവിച്ചറിയുന്ന ഒരു പകലായി തീരേണ്ടതിനായി ഞങ്ങളെ തന്നെ ദൈവത്തിന് സമൂലമായി സമർപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങളെ തന്നെ മുറ്റുമായി സമർപ്പിക്കുന്നു. സ്വർഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠമാകയാൽ ഈ പാദപീഠത്തിൽ കടന്നു വരുവാൻ ഈ ആഴ്ചവട്ടത്തിൽ ദൈവം എനിക്ക് അവസരത്തിനായി സ്തോത്രം. എന്നെ കൂടാത്ത ദാനങ്ങളും എന്നെ കൂടാത്ത വിടുതലുകളും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയല്ലോ. അവിടെ ഞങ്ങളെ കരുതിയ വിശ്വസ്തതകൾക്കായി സ്തോത്രം, അവിടുത്തെ നന്മകൾക്കായി സ്തോത്രം, അവിടുത്തെ കരുണയ്ക്കായി സ്തോത്രം ചെയ്തു കർത്താവേ. ആദിപിതാക്കന്മാരെ ആത്മാവിന്റെ സത്യത്തിലും ആരാധിച്ചതുപോലെ ഇന്നേ ദിവസം ആത്മാവിൽ ആരാധിപ്പാൻ, ആത്മീയ സന്തോഷം ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവിടെ ആക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളാകുന്ന പ്രശ്ന സങ്കീർണമായ സാഹചര്യങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഞങ്ങളെ വിട്ട് കടന്നുപോയല്ലോ. എത്രയോ വിടുതലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി. ജീവന് പറ്റി ആവശ്യമായതെല്ലാം അവിടുത്തെ പുതുവരത്താൽ, വീര്യത്താൽ, മഹത്വത്താൽ ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്തു കർത്താവേ. ഞങ്ങൾ കൂട്ടായ്മയായ കുടുംബങ്ങളായ ദൈവം അവിടുന്ന് കരുതിയ എല്ലാ വിശ്വസ്തതകൾക്കായി സ്തോത്രം. ഈ പകൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേക്ക് മഹത്വം കരയേറ്റുവാൻ, അങ്ങേ ആരാധിക്കാൻ പരിശുദ്ധാത്മാവിനെ വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ ഹോൾ പരിസരം ദൈവാത്മാ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ രോഗികളായി ശീലരായി ഭാരത്തോടെ കടന്നുവന്ന പ്രിയപ്പെട്ടവര്, കടന്നു വരാൻ കഴിയാതെ ഭവനങ്ങളായിരിക്കുന്നവരുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കി വിടുതലയക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ വലിയ നിറവിനാൽ ഞങ്ങളെ നിറച്ചെടുക്കണമേ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ദൈവശക്തി ഞങ്ങൾ അനുഭവിച്ചറിയുന്ന ഒരു പകലായി തിരുവാൻ ദൈവവഴിയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയുടെ ഒരു ഭാഗം പരിശുദ്ധാത്മാ തന്നെ നിയന്ത്രിച്ചെടുക്കണമേ. ആത്മാവ് തന്നെ ഞങ്ങളെ ഗൈഡ് ചെയ്യണമേ. ആലോചന ഞങ്ങൾക്ക് നൽകുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയതകളാലും പാടി മഹത്വം കരയേറ്റുവാൻ പരിശുദ്ധാത്മാവിന്റെ വരുന്ന ആവശ്യമായ ദൈവ വചസ്സുകൾ, ആലോചനകൾ ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ, ആമേൻ. ഞങ്ങളുടെ ആരാധന മാത്രമല്ല, ഭൂമി സകല വർണ്ണവർഗ വ്യത്യാസങ്ങൾ സമയഭേദമല്ലേ, വിവിധ ഇടങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ഞങ്ങളുടെ ആരാധന സുഗ്രാഹ്യമായ ഒരു ആരാധനയായി തീരുവാൻ ദൈവവഴിയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ നാമെല്ലാം നാമത്തെക്കാൾ ശ്രേഷ്ഠകരമായ നാമമായിരിക്കാൻ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആ നാമത്തിൽ തക്ക മഹത്വങ്ങളുടെ ഹൃദയത്തിലൂടെ അധരങ്ങളിലൂടെ വെളിപ്പെടുവാൻ ഇന്നേ ദിവസം ദൈവം അവസരം ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ പൊതിഞ്ഞാട്ട് സമസ്ത വിശുദ്ധീകരിച്ച് ഏൽപ്പിക്കുന്നു. സകല മാനവും മഹത്വവും എല്ലാം യേശു കർത്താവിന്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കരയേറ്റാം. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കരയേറ്റാം. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരയേറ്റാം. ആമേൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, പാട്ട് ചേർന്ന് കരങ്ങൾ അടിച്ച് കർത്താവിനെ പാടി മഹത്വം കരയേറ്റുവാൻ ഇടയായി തീരട്ടെ. ദൈവം ലഭിച്ചോ നാം സ്തുതിച്ചിടുവോ അതിന് യോഗ്യൻ ക്രിസ്തുവത്രേ. ചേർന്ന് കരങ്ങൾ അടിച്ച് കർത്താവിനെ പാടി മഹത്വം കരയേറ്റുവാൻ ഇടയായി തീരട്ടെ. സ്തോത്രം. Oh,
Hallelujah.
എഴുന്നേറ്റ് നിന്ന് 46-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമ്മുടെ കർത്താവിനെ പാടി മുഖത്തങ്ങരേറ്റ 46-ാം സങ്കീർത്തനം 46-ാം സങ്കീർത്തനം അതിന്റെ 10-11 വാക്യങ്ങൾ ചേർന്ന് വായിച്ച് കർത്താവിന് മുഖത്തങ്ങരേറ്റാം. 46-ാം സങ്കീർത്തനം. ആമേൻ. 46-ാം സങ്കീർത്തനം. 46-ാം സങ്കീർത്തനത്തിന്റെ 10-11 വാക്യങ്ങൾ ചേർന്ന് വായിച്ച് ദൈവത്തിന് മഹത്വം ഏറ്റുവാനും വഴിയായി തീരട്ടെ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതിന്റെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവം അതിന്റെ മധ്യമുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അധികാരത്തെ തന്നെ അതിനെ സഹായിക്കും. ഏഴാം വാക്യം, സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടിയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അവൻ ഭൂമിയുടെ ഏറ്റവും വലിയ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്തു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. 10-11 വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. ഞാൻ ഭൂമിയിലുള്ളതിനാൽ സൈനികരെ നമ്മോടുകൂടിയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സൈനികരെ നമ്മോടുകൂടിയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഈ പകൽ അവിടുത്തെ ദൈവസന്നിധിയിലുള്ള സുരക്ഷിതത്വങ്ങളും അനുഗ്രഹങ്ങളും അനുഭവിപ്പാൻ പർവ്വതങ്ങൾ കുലുങ്ങി, സമുദ്രങ്ങൾ കുലുങ്ങി, രാജ്യങ്ങൾ കുലുങ്ങി, എന്നാൽ അതിന്റെ നടുവിൽ നമ്മെ കുലുങ്ങാതെ നിർത്തുമാറാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ ഇളകി മറിയുമ്പോഴും അതിന്റെ നടുവിൽ ദൈവം അതിർക്കു മീതെ ഉയരത്തിന്റെ ശബ്ദം കേൾപ്പിച്ച് ദൈവ ശാന്തത വരുത്തുന്ന പോലെ ഇന്ന് പകൽക്കാല സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തിന് വലിയ പ്രവർത്തി അനുഭവിക്കുന്ന ദൈവമക്കൾ ചേർന്ന് പറയാം, സൈനികരെ യഹോവ നമ്മോട് കൂടിയുണ്ട്, യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു എന്ന് എത്ര പേർക്ക് ഇന്ന് പകൽ പറയാൻ കഴിയുന്നുണ്ട്? അവരെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താൽ ദൈവത്തിന് മഹത്വം കരയേറ്റ നാം എല്ലാവരും നിൽക്കുന്ന നിൽപ്പിൽ കരകളിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം സ്ഥാപിക്കാം. ചേർന്ന് കരകളടിച്ച് കർത്താവിനെ പാടി മഹത്വം കരയേറ്റ എല്ലാവർക്കും അറിയാതൊരു പാട്ട്. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും, സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. ചേർന്ന് കരകളടിച്ച് കർത്താവിനെ ഉള്ളു തുറന്ന് മനസ്സ് തുറന്ന് ദൈവത്തെ പാടി മഹത്വം കരയേറ്റാം. നാം ദൈവത്തെ ആരാധിപ്പാൻ ദൈവസഭയിൽ കടന്നു വന്നുവെങ്കിൽ അടുത്തിരിക്കുന്ന വ്യക്തികൾ സ്തോത്രം പറയുന്നതോ ആരാധിക്കുന്നതോ എന്റെ ആത്മീയതയ്ക്ക് തടസ്സമോ അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണങ്ങളല്ല, അവരുടെ ഉളവാകുന്ന പ്രതിഫലനമല്ല എന്റെ ആരാധന നിയന്ത്രിക്കുന്നത്. എന്നാൽ എനിക്ക് എന്റെ ദൈവമായ ഒരു ബന്ധമുണ്ട്. അത് വ്യക്തിപരമായി തിരിച്ചറിയുന്ന ദൈവമക്കൾ ഏകാഗ്രതയോടെ കണ്ണുകളടച്ച് ഏകതാളത്തിൽ കരങ്ങളടിച്ച് കർത്താവിനെ പാടി മഹത്വം കരയേറ്റാം. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തുന്നു ദിനം തോറും, സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. ചേർന്ന് കരങ്ങളടിച്ച്
എന്റെ ശരീരത്തിന് മേലെ നീ ആത്മാവിനെ കയറി എന്റെ മനസ്സിന് മേൽ ആത്മീയ വിടുതല കലക്കുകളായിരിക്കും. ഈ പലവിടത്തിലുള്ള സാന്നിധ്യം നമ്മുടെ നാടുകളുണ്ടല്ലോ. 2-3 പേരുടെ നാമത്തിലൂടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ടെന്ന് വായിച്ചു നൽകിയ കർത്താവിന്റെ സാന്നിധ്യം ഈ രാത്രി നമ്മുടെ നടുകളിൽ നേരിടുവാൻ, ഈ പകൽ നമ്മുടെ നടുകളിൽ നേരിടുവാൻ ദൈവ സാന്നിധ്യം നാം അനുഭവിക്കുന്ന പകരായി തീരേണ്ടതില്ല. ദൈവത്തിന്റെ ആത്മാവത്തുള്ള ശുശ്രൂഷകളിൽ ഭാരമേറ്റു വഴി നടത്തുവാൻ, ദൈവികാലോചനയാൽ ദൈവം നിറയ്ക്കുവാൻ നമ്മളുടെ രോഗികളായ ശിവരായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പ്രിയപ്പെട്ടവരെ ദൈവം സഹായിപ്പാൻ, വിടുതൽ ദൈവം അയക്കേണ്ടതില്ല. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയ മാതാവ് അടുത്ത നാൾ മുതൽ ആരംഭിക്കുന്ന അടുത്ത ദിവസം മുതൽ ദൈവ അത്ഭുതകരമായ ഒരു വിടുതൽ പ്രിയദാസിക്ക് ദൈവം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുക. പൂർണ്ണമായ സൗഖ്യം ദൈവം നൽകുവാൻ, പൂർണ്ണമായ സൗഖ്യം ദൈവം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുക. നമ്മുടെ പല പ്രിയപ്പെട്ട ഷാജിയുമായി ഒക്കെ പാലിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനെ പ്രിയപ്പെട്ടവരിലൊക്കെ ദൈവീയ വിടുതലുകൾ ദൈവ പ്രവൃത്തി വെളിപ്പെടേണ്ടത്. ശാരീരിക മാനസികവും ആത്മീയമായ വിടുതലിലേക്ക് തന്റെ ജനത്തെ ദൈവം ഒരുക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കുക. തുള്ളവാദന ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാൻ ദൈവം പ്രവർത്തിക്കാതെ നമ്മൾ ഒരുക്കേണ്ടതിന് എല്ലാവരും ദൈവത്തിന് പ്രാർത്ഥനയായിരിക്കുമ്പോൾ സഹോദരിമാരുടെ ഒരാക്കും സഹോദരന്മാരുടെ ഒരാക്കും ചുരുക്കം വാക്കിൽ ആത്മാഭിമിക്കുന്നു. ഈ മേഖലയിൽ നിന്ന് ഓരോരുത്തരായി പ്രാർത്ഥിക്കാറുണ്ട്. സ്തോത്രം. സഹായിക്കും.
ദൈവങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യാം, സ്തോത്രം ചെയ്യാം, സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാവരും ദിവസം ഈ അനുഗ്രഹമായ നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്തു. ഈ പകൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി കടന്നു വന്ന ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, സർവശക്തന്റെ തണലിൽ ദൈവത്തെ അനുഭവിപ്പാൻ നമുക്കൊരിക്കൽ അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്തു. നാം ആയിരുന്ന സാഹചര്യങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അവർ നമ്മെ കരുതിയല്ലോ. വിശ്വസികൾക്കായി സ്തോത്രം ചെയ്തു. എന്നെ കൂടാത്ത ദൈവീയ ദാനങ്ങൾ ദൈവം നമുക്ക് നൽകി. ഇവിടുത്തെ എല്ലാ പ്രവൃത്തികൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കണ്ണിനെ കാലിനെ ദുർഘടമായ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നൊക്കെ ദൈവം നമ്മെ വിടുന്നുണ്ട്. സമൂഹത്തിലുണ്ടായ വിവിധങ്ങളാകുന്ന പ്രതിബന്ധങ്ങൾ നമുക്കെതിരെ കടന്നു വരാമായിരുന്നെങ്കിലും അവയിൽ നിന്നൊക്കെ ഒഴിഞ്ഞുപോക്കും നീക്കുപോക്കും നൽകി ശേഷം മനുഷ്യനെ പോലെ തകർന്നു പോകേണ്ട സാഹചര്യങ്ങൾ ദൈവം നമ്മെ നിലനിർത്തിയ ഇവിടുത്തെ എല്ലാ വിശ്വസ്തകൾക്കായി ഓർത്ത കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ആയുസ്സും ആരോഗ്യം നൽകിയ ദൈവത്തിന് കാര്യങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കരയേറ്റുവാൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ഗസ്റ്റുകളായി നമ്മുടെ നടുവിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നുണ്ടല്ലോ തുടർമാനമായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സങ്കീർത്തന വേദഭാഗങ്ങളിൽ കഴിഞ്ഞ ആഴ്ച 45-ാം സങ്കീർത്തനമായിരുന്നു. ഇന്ന് 46-ാം സങ്കീർത്തനമാണല്ലോ നമുക്ക് നൽകപ്പെടുവാനിടയായി തന്നിരിക്കുന്നത്. കോരപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം എന്നാണ് അതിന്റെ ശീർഷകത്തിൽ പ്രാരംഭത്തിൽ
ആമയെ രേഖപ്പെടുത്തിയിരിക്കുവാൻ കാരണമായി തീരുന്നു. ഓരോ പുത്രന്മാരുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ നിറഞ്ഞ പ്രതികൂലങ്ങൾ നിറഞ്ഞ അവസരങ്ങളിലും മുൻകാല പിതാക്കന്മാരിൽ അനുഭവിച്ച കഷ്ടനഷ്ട യുദ്ധവേളകളിൽ അവരനുഭവിച്ച വിധങ്ങളെയൊക്കെ ഓർത്ത് ഓരോ പുത്രന്മാർ ദൈവസന്നിധിയിൽ അഭയം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാഗീതമാണ് 46-ാം സങ്കീർത്തനം. ഈ 46-ാം സങ്കീർത്തനം യുദ്ധത്തിനായി പുറപ്പെടുന്നതിന് മുമ്പ് ആമേൻ ആമേൻ രാജ്യങ്ങൾ ഒക്കെ ദൈവസന്നിധിയിൽ ഈ സങ്കീർത്തനം പാടി പ്രാർത്ഥിച്ച് കടന്നു പോകുന്ന ഒരു ചരിത്രം ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് യുദ്ധനാളുകളിൽ ദൈവത്താൽ ലഭ്യമാകുന്ന അഭയസ്ഥാനത്തെ അഭയത്തെ പറ്റി, ദൈവിക സുരക്ഷിതത്വത്തെ പറ്റി, സൈന്യങ്ങളെ യഹോവയായ ദൈവത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്, അവരുടെ സൈന്യബലത്തിനപ്പുറത്ത്, അവരുടെ പരിചയക്കപ്പുറത്ത്, അവരുടെ രഥങ്ങൾക്കപ്പുറത്ത്, അവരുടേതായിരിക്കുന്ന ആയുധങ്ങൾക്കപ്പുറത്ത് ദൈവം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ യുദ്ധത്തിൽ വിജയം ഉണ്ടാകുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് അവയെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാഗീതമായിട്ടും ഈ 46-ാം സങ്കീർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ 46-ാം സങ്കീർത്തനത്തെ 3 ഭാഗമായിട്ട് തരംതിരിച്ച 3 ചിന്തകളാണ് ഈ 46-ാം സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 1-ാമത്തെ വാക്യത്തിൽ തന്നെ 1-ാമത്തെ ചിന്ത അകപ്പെട്ടുകൊണ്ട് കഷ്ടകാലത്ത് കഷ്ടതയുടെ അനുഭവത്തിൽ കഷ്ടകാലത്ത് തുണയായി നിൽക്കുന്ന ഒരു ദൈവം എന്നുള്ളതാണ് 1-ാമത്തെ ചിന്ത. 2-ാമത്തെ ചിന്ത അതിന്റെ 4-ാം വാക്യത്തിലാണ് ദുഃഖത്തിൽ സന്തോഷം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള ചിന്ത. 3-ാമത്തെ ചിന്ത അതിന്റെ 10-ാം വാക്യമാണ് ഭയത്തിൽ ധൈര്യം നൽകുന്ന ദൈവം. 3 ചിന്തകളാണ് 46-ാം സങ്കീർത്തനം. 1, കഷ്ടകാലത്ത് തുണയാകുന്ന ദൈവം. 2-ാമത്തെ ചിന്ത ദുഃഖത്തിൽ സന്തോഷം തരുന്ന ദൈവം. 3-ാമത്തെ ചിന്ത അതിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു ഭയത്തിൽ ധൈര്യം നൽകുന്ന ദൈവം. ദൈവത്തിന്റെ വിവിധങ്ങളാകുന്ന സ്വഭാവത്തെയാണ് ഈ സങ്കീർത്തനക്കാരൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാമത്തെ ചിന്ത പ്രകാരമാണ് കഷ്ടകാലത്ത് തുണയായി നിൽക്കുന്ന ഒരു ദൈവം. ഇതിനെ ചേർന്ന് പറഞ്ഞാണ്ട് കഷ്ടകാലത്ത് തുണയായി നിൽക്കുന്ന ദൈവം. സ്തോത്രം. അതിന്റെ 1-2 വാക്യങ്ങൾ ആണ് ആ ഭാഗങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വായിക്കാം. ദൈവം നമ്മുടെ സങ്കേതമാകുന്നു, സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. അപ്പൊ കഷ്ടകാലത്ത് തുണയായിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. കഷ്ടകാലത്ത് അകലുന്നവനാണ് ദൈവം, കഷ്ടകാലത്ത് അടുത്തു നിൽക്കുന്നവനാണ് ദൈവം. ദൈവത്തെ തിരിച്ചറിയുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഒരു ക്രിസ്തു ഭക്തന് എപ്പോഴാണ് അവസരം കൂടുതലുള്ളതെന്ന് ചോദിച്ചാൽ അവരുടെ കഷ്ടകാലങ്ങളിലാണ്. പലപ്പോഴും കഷ്ടതയുടെ നടുവിൽ നമുക്ക് തോന്നലുണ്ടാകാം. 10-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്ന ദൈവമേ നീ കഷ്ടകാലത്ത് അകന്നിരിക്കുന്ന ദൈവമാണെന്നൊരു തോന്നൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ ആരൊക്കെ കൈവിടുമ്പോഴും ബലഹീനരായി തീരുമ്പോഴും ഒറ്റയ്ക്കായിരിക്കുമ്പോഴും കഷ്ടകാലത്ത് അകന്നു നിൽക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. കഷ്ടകാലത്ത് അവൻ അടുത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഇവിടെ പറയുന്നു കഷ്ടകാലത്ത് അവൻ നമ്മുടെ സങ്കേതമാണ്, അവിടുന്ന് നമ്മുടെ ബലമാണ്. സ്വത്രം. കഷ്ടകാലത്ത് നമ്മുടെ സങ്കേതമായി ദൈവം നമ്മോട് കൂടി ഇരുട്ടുണ്ട്. അത് അനുഭവിച്ചിട്ടുള്ള ദൈവം കൊണ്ട് കരമെടുത്ത് കർത്താവിന്റെ സ്വന്തം ചെയ്താണ്. ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കഷ്ടകാലത്ത് അഭയത്തിനായി സങ്കേത നഗരങ്ങളിലേക്ക് ഇസ്രായേലിലെ ജനം പ്രതിസന്ധിയുടെ നടുവിൽ കടന്നു വരുന്ന ഒരു പ്രത്യേക അവസരങ്ങളെ പറ്റി പരിശുദ്ധ വേദപുസ്തകം മനസ്സിലാക്കാൻ കഴിയുന്നു. യോർദാന് അപ്പുറവും ഇപ്പുറവും കിഴക്കും പടിഞ്ഞാറുമായി 6 സങ്കേത നഗരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ സങ്കേത നഗരങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി അബദ്ധവശാൽ പരിണീത കാലഘട്ടത്തിൽ കൊല ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവനെ തിരിച്ചു പ്രതികാരം ചെയ്യത്തക്ക നിലയിൽ അവൻ കൊല ചെയ്ത വ്യക്തിയുടെ ബന്ധുമിത്രാദികൾ ഒരുപക്ഷെ വാളുമായിട്ടോ കുന്തമായിട്ടോ ഒക്കെ അവനെ പിന്തുടർന്ന് കൊല്ലുവാനിടയായിത്തീരും. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്നുള്ള ഒരു ആശയമാണല്ലോ പഴയ നിയമ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ഒരു വ്യക്തി അബദ്ധവശാൽ കൊല ചെയ്യപ്പെട്ടാൽ അവന്റെ ജീവിതം എപ്പോഴും പ്രാണഭയത്തിലായിരിക്കും. എന്നാൽ അവനും രക്ഷപ്പെടേണ്ടതിനു വേണ്ടി പഴയ നിയമ കാലഘട്ടത്തിൽ യോർദാന് അപ്പുറവും ഇപ്പുറവും 6 സങ്കേത നഗരങ്ങൾ 3 മേഖലകളിലാക്കി 6 സങ്കേത നഗരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു.
രക്തപ്രതികാരകൻ കൊല ചെയ്യപ്പെട്ട വ്യക്തി അല്ലെ കൊലയാളിയായിരിക്കുന്ന വ്യക്തിയെ പിന്തുടർന്ന് വരുമ്പോൾ അവൻ ഓടിച്ചെന്ന് ഈ 6 സങ്കേത നഗരത്തിൽ ഏതെങ്കിലും ഒന്നിൽ അതിന്റെ ഉള്ളിൽ യാഗപീഠത്തിൽ അവനെ അഭയം ചൊല്ലി കഴിഞ്ഞാൽ രക്തപ്രതികാരകനായി കടന്നു വന്നിരിക്കുന്ന, വാളുമായി കടന്നു വന്നിരിക്കുന്ന, കുന്തമായി കടന്നു വന്നിരിക്കുന്ന ആ ഘാതകനിൽ നിന്ന് അവൻ രക്ഷപ്പെടുവാനിടയായിട്ട് അവൻ ആ കൊമ്പിൽ അഭയം പിടിച്ചാൽ പിന്നെ അവനെ അവിടെ ഇട്ട് കൊല്ലുവാൻ അനുവാദമില്ല. അങ്ങനെ കൊന്നാൽ ആ പ്രതികാരം ചെയ്ത വ്യക്തി ശിക്ഷ അനുഭവിക്കാനിടയായിട്ട്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണമേ, അന്നത്തെ മഹാപുരോഹിതന്റെ മരണകാലം വരെ, അന്ന് ഈ വിഷയം നടന്ന സമയത്ത് അവരുടെയും മഹാപുരോഹിതനായി ആരുണ്ടോ അവന്റെ കാലഘട്ടം വരെ ഈ വ്യക്തിക്ക് ഒരു സുരക്ഷിതത്വമുണ്ട്, ഒരു സംരക്ഷണമുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മുടെ സങ്കേതമാണ്. നമ്മുടെ ജീവിതത്തിൽ ശത്രുവായവൻ പ്രതിക്രിയ ചെയ്യത്തക്ക നിലയിൽ പലവിധമായ അവസരങ്ങൾ നോക്കി, പ്രതികാരം ചെയ്യത്തക്ക നിലയിൽ പലതിന് അവസരങ്ങൾ നോക്കി, അതിക്രമങ്ങളിലൂടെയും നമ്മുടെ പാപത്തിലൂടെയും നമ്മോട് വാദിക്കുവാൻ തക്കവണ്ണം അനവധി നിലവാരത്തിൽ ശത്രു നമ്മോട് അടുത്തു വരുമ്പോ, പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നമ്മോട് അടുത്തു വരുമ്പോ, ഇന്ന് പകൽക്കാലം നാം ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത അവിടെ നമ്മുടെ സങ്കേതമായി, അഭയസ്ഥായകനായി, സുരക്ഷിതനായ ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധം ഒരു ക്രിസ്തു ഭക്തരിൽ എപ്പോഴും ഭരിക്കപ്പെടുവാനിടയാണ്. എന്നവരെയാണ് അവന്റെ സംരക്ഷണം. ആ മഹാപുരോഹിതന്റെ മരണം വരെയും അവന് ആ കാലഘട്ടത്തിൽ സുരക്ഷിതത്വം നൽകിയിരിക്കുന്ന പോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ ക്രിസ്തു നമുക്ക് വേണ്ടി ബലിമരണം വരിക്കപ്പെട്ട് കാൽവരിയിൽ മരിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് യേശുവിന്റെ ചങ്കില ചോരയാൽ നാം കൈകൾ പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ ഇന്നവൻ അരികത്തിലെ യോസഫിന്റെ കല്ലറ ഭേദിച്ച് ഇത് സന്നിധി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തതുകൊണ്ട് മരണമില്ലാത്ത ശ്രേഷ്ഠ മഹാപുരോഹിതനെ നാം ആരാധിക്കുന്നത് കൊണ്ട് അവിടുത്തെ സന്നിധി അഭയം വരുന്ന ജയത്തിന് നിത്യകാല അഭയം വരുത്തുവാൻ നമ്മുടെ മഹാപുരോഹിതൻ എന്നേക്കും നമുക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഇതുപോലെ എത്രയോ അധികം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയായിത്തീരും. മരണം കൊണ്ട് മാറ്റപ്പെടുന്ന ഒരു മഹാപുരോഹിതന്റെ കാലം വരെ ഇവിടുത്തെ വ്യക്തികൾക്ക് സുരക്ഷിതത്വമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങൾക്ക് നൽകിയ സംരക്ഷണം, എനിക്ക് നിങ്ങൾക്ക് നൽകിയ സുരക്ഷിതത്വം എന്ന് പറയുന്നത് എന്നേക്കും ഒരു വീണ്ടെടുപ്പ് നൽകേണ്ടതിന് നമ്മുടെ മഹാപുരോഹിതൻ നിത്യകാലം നമുക്ക് വേണ്ടി മരണമില്ലാതെ അവൻ പ്രതിസന്നിധിയിൽ നിന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവമക്കൾ പറയണം, എന്റെ ദൈവം കഷ്ടകാലത്ത് എനിക്ക് സങ്കേതമാണ്, അവൻ എന്റെ ബലമാണ്. എത്രപേർക്കത് പറയാൻ കഴിയുന്നുണ്ട്? അതുകൊണ്ട് ആ ബോധ്യതയുള്ള ദൈവമക്കൾക്ക് പ്രശ്നങ്ങളെ നോക്കി സധൈര്യം പറയാനുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനം ഈ സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തനക്കാരൻ നമുക്ക് നൽകുന്നുണ്ട്. ദൈവം എന്റെ സങ്കേതമാണെന്നും, ദൈവം എന്റെ സുരക്ഷിതനായ ദൈവമാണെന്നും, എന്നെ സംരക്ഷണം ചെയ്ത ദൈവമാണെന്നും, അവൻ എന്റെ ബലമാണ്, ഞാൻ അവനെ ആശ്രയിക്കുന്നുള്ള ബോധ്യതയുള്ള ദൈവമക്കൾ പ്രശ്നങ്ങളെ കണ്ടിട്ട്, പ്രതിസന്ധിയെ കണ്ടിട്ട് നിരാശപ്പെട്ടിരിക്കുക എന്നുള്ളതല്ല, അവൻ പ്രശ്നങ്ങളെ നോക്കി വിശ്വാസ പ്രഖ്യാപനം നടത്തണം. അടുത്ത പദം പറയുന്നു, അതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഉള്ളിൽ ഭരിച്ച സങ്കീർത്തനക്കാരൻ ആത്മാവിൽ വിശ്വാസ പ്രഖ്യാപനം നടത്തും. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഇന്ന് പകൽക്കാലം പ്രശ്നത്തെ നോക്കി ദൈവന്റെ കൂടെ ഉണ്ടെന്നും, ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടെന്നും ബോധ്യമുള്ള ദൈവമക്കൾ പ്രശ്നത്തെ നോക്കി ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്താം. ആത്മധൈര്യമുള്ള ദൈവമക്കൾ പ്രശ്നത്തെ നോക്കി, നീ അഭിമുഖീകരിക്കുന്ന പ്രതികൂലത്തെ നോക്കി, നിന്റെ വിഷയത്തെ നോക്കി ആത്മാവി ധൈര്യ സമേതം ഇന്ന് പകൽ വിളിച്ചു പറയാൻ കഴിയുമോ? അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിൽ വീണാലും, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രശ്നങ്ങളെ നോക്കി തളർന്നു പോകാനല്ല, പ്രശ്നങ്ങളോട് കൽപ്പിപ്പാൻ, പ്രശ്നങ്ങളെ സധൈര്യം മുന്നേറാനുള്ള ഒരു ആത്മബലം ദൈവം നമ്മോട് കൂടി ഉണ്ടെന്നുള്ള കാര്യം ഇന്ന് പകൽ നമ്മെ ഭരിക്കപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. ഇവിടെ നമ്മെ കുലുങ്ങിയ ചില കാര്യങ്ങളെ പറ്റി രേഖപ്പെടുന്നു. ഒന്ന്, ഭൂമി കുലുങ്ങും, പർവ്വതങ്ങൾ കുലുങ്ങും, സമുദ്രങ്ങൾ കുലുങ്ങി വീഴും. അടുത്ത പദം പറയുന്നു, താഴെ വായിക്കുമ്പോൾ
അവൻ രാജ്യങ്ങൾ ഒരു പക്ഷേ 6-ാം വാക്യം പറയുന്നു, രാജ്യങ്ങൾ എന്ത് ചെയ്യും? കുലുങ്ങും. സ്തോത്രം. ഇന്ന് നാം ആയിരിക്കുന്ന അധിവസിക്കുന്ന മേഖലയിൽ കുലുങ്ങുന്ന ഒരു പരിസ്ഥിതിയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. മ്യാൻമാറില് കഴിഞ്ഞ ദിവസം ഭൂമി കുലുങ്ങി, അല്ലെ? ഭൂകമ്പമുണ്ടായി. എത്രയോ വൻ കെട്ടിടങ്ങളാണ് ഭൂമിക്ക് അകത്തളങ്ങളിലേക്ക് കടന്നു പോകേണ്ടിയായിട്ടുള്ളത്. സുനാമിയുടെ വാർത്തകൾക്ക് അത് നിമിത്തമുണ്ടായി. അതിന്റെ പ്രതികമ്പങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലേക്ക് ആനയിക്കത്തക്ക നിലയുണ്ടായി. അതുകൊണ്ട് ഉളവായി ജനം ഭയചിത്തരായി, ഭയപ്പെടുവാനായ കാരണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നാം നിൽക്കുന്ന പ്രതലം നമുക്ക് വാസയോഗ്യമല്ല, സ്ഥിരമല്ല. അതുകൊണ്ട് ഇന്ന് പകൽ ശ്രദ്ധിക്കണം, നിൽക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമാണ്. ഭൂമി കുലുങ്ങും. ഇനി പർവ്വതങ്ങളിൽ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമെന്ന് ചിന്തിച്ചാൽ പർവ്വതം നമുക്ക് അനുകൂലമല്ല. പർവ്വതവും കുലുങ്ങും. അടുത്ത ശ്രദ്ധിക്കണമേ, നമുക്ക് ഏതെങ്കിലും നല്ല സുരക്ഷിതത്വം നൽകുന്ന ഏതെങ്കിലും രാജ്യമുണ്ട്, അവിടേക്ക് ചേക്കേറാം. അവിടെ പോയി ആ ജീവിതമൊക്കെ ഒന്ന് കെട്ടുപണി ചെയ്യാം, അവിടെ സുരക്ഷിതമായി നിർത്താമെന്ന് ചിന്തിക്കുമെങ്കിൽ ശ്രദ്ധിച്ചോ, രാജ്യങ്ങൾ കുലുങ്ങും. ഇനി വല്ലവരെയും സമുദ്രത്തിന്റെ അകത്തട്ടിലെങ്കിൽ പോയി രക്ഷപ്പെടാമെന്ന് ചിന്തിച്ചാൽ അവിടെയും കുലുങ്ങും. പക്ഷെ ഇന്ന് മകൾ ഞാൻ ആത്മാവ് പറയാം, ഭൂമി കുലുങ്ങിയാലും പർവ്വതം കുലുങ്ങിയാലും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രാജ്യങ്ങൾ കുലുങ്ങിയാലും സമുദ്രം കുലുങ്ങിയാലും കുലുങ്ങാത്തൊരിടമുണ്ട്. ദൈവ സാന്നിധ്യത്തിൽ അഭയം ചൊല്ലുന്ന തന്റെ ജനത്തിന് കുലുക്കമില്ല. ഇന്ന് പകൽ കുലുങ്ങുന്ന ഭൂമി, കുലുങ്ങാത്ത ഇളകാത്ത 3 കാര്യങ്ങൾ വചനത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ വചനം എന്നേക്ക് സ്ഥിരമുള്ളതാണ്. 2 ദൈവത്തിന്റെ വായ്ത്തത്വങ്ങൾ മാറാത്ത വായ്ത്തത്വമാണ്. 3 ദൈവരാജ്യത്തിന് മാറ്റം ഭവിക്കുന്നില്ല. 4 ദൈവം അതിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾ ഉറച്ചു നിൽക്കുവാനിടയായി തീരും. ഇന്ന് പകൽക്കാലം പറയാൻ കഴിയുമോ, കഷ്ടകാലത്ത് എന്റെ ദൈവം എനിക്ക് തുണയാണ്, പ്രതിസന്ധിയിൽ എന്റെ ദൈവം എനിക്ക് തുണയാണ്, പ്രതികൂലത്തിൽ എന്റെ ദൈവം എനിക്ക് തുണയാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യം പ്രകാരം വായിക്കുന്നു. വായിക്കാമോ? യോവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 3:16. യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ചു, യെരൂശലേമിൽ നിന്ന് തന്റെ നാദം കേൾപ്പിച്ചത്. ആകാശവും ഭൂമിയും കുലുങ്ങിപ്പോയി. യഹോവ തന്റെ ജനത്തിന് ശരണവും ഇസ്രായേൽ മക്കൾക്ക്. ഇന്ന് പകൽക്കാലം സകല ഇളകി മറിഞ്ഞാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമക്കൾക്ക് ഒരു ഇൻഷുറൻസ്, ഒരു സംരക്ഷണം ദൈവം നൽകുന്നു. ഞാൻ എന്റെ ജനത്തിനൊരു ദുർഗമാണ്, ഞാൻ എന്റെ ജനത്തിന് അഭയമാണ്. ഇന്ന് മുതൽ ഇതിന് അപ്പുറത്തൊരു അഭയം, സംരക്ഷണം വേറെ ഒന്നുമില്ല. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിപ്പാനിടയായി തീരട്ടെ. അടുത്തതായി നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നത്, അവൻ കഷ്ടകാലത്ത് തുണിയാണോ? തുണിയായ ദൈവമാണ്. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കും. ഈ സംഗീതത്തിൽ എഴുതുവാനുള്ള കാരണം യുദ്ധങ്ങളുടെ നടുവിലാണെന്ന് ഞാൻ പറഞ്ഞു. ഹിസ്കിയാ രാജാവിന്റെ കാലഘട്ടത്തിൽ സെൻഹെരീബ് തനിക്കെതിരെ കടന്നു വന്നു. അസിറിയ രാജാവ് രംഷകെ തനിക്കെതിരെ വാദമുയർത്തി. ഇതോട് പറഞ്ഞ ബഹുഭാഷ പണ്ഡിതനായ രംഷകെ എബ്രായ അരാമ്യ ഭാഷയിൽ നൈപുണ്യമേറിയ വ്യക്തിയാണ്. ഇസ്രായേലിന്റെ അരികൾ കടന്നു വന്ന അവരുടെ ഭാഷയിൽ അവരോട് വെല്ലുവിളിച്ചു, നിങ്ങൾ ഒരു മാംസഭുജത്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഹിസ്കിയാ രാജാവിന് നിങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹിസ്കിയാ ആരാധിക്കുന്ന ദൈവത്തിനും നിങ്ങളെ വിടുവിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ ബഹുഭാഷ പണ്ഡിതനായ രംഷകെ ഇസ്രായേലിനെതിരെ വെല്ലുവിളി ഉയർത്തിയപ്പോൾ യഹോവ ആ ദൈവത്തിൽ ശരണം പ്രാപിച്ച യഹൂദ ജനം ഇപ്രകാരം പറഞ്ഞു. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനിടയായിത്തീരും. എന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ മനസ്സ് വിളക്കുവാൻ, നിങ്ങളുടെ ഹൃദയം വിളക്കുവാൻ, നിങ്ങളുടെ മനസ്സിനെ ചാഞ്ചാടിക്കുവാൻ, തകർത്ത് കളയുവാൻ, പതറുന്ന മനസ്സിൽ ഉളവാക്കി കുഴിയുന്ന ഹൃദയമാക്കി തീർത്തിട്ട് ദൈവത്തിൽ പോലും വിശ്വാസം നഷ്ടപ്പെട്ട് നിങ്ങൾ യുദ്ധമുഖത്ത് പരാജയപ്പെട്ടു പോകത്തക്ക നിലയിൽ നിങ്ങളുടെ ഭാഷയിൽ വന്ന് നിങ്ങളോട് നിങ്ങളുടെ മനസ്സ് കലക്കുമ്പോൾ നിമിത്തം നിങ്ങൾ ഭയപ്പെടേണ്ട, സെൻഹെരീബ് നിമിത്തം നിങ്ങൾ ഭയപ്പെടേണ്ട. ഇന്ന് പകൽക്കാലം ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളോട് ആത്മാവ് ദൂത് പറയുന്നു. അശ്ശൂരിയ രാജാവിന്റെ നടുവിൽ ഹിസ്കിയാവിന്
വലിയ യുദ്ധങ്ങളുടെ നടുവിൽ രാജ്യം ഒന്നോട് ചേർന്ന് വന്ന് വലിയ വെല്ലുവിളി ഉയർത്തിയ സാഹചര്യത്തിൽ ദൈവസന്നിധി മൗനമായിരുന്ന ജനത്തിനു വേണ്ടി സ്വർഗീയ ദൂതനെ അയച്ച് ദൈവത്തിന്റെ പ്രവൃത്തി പാളയത്തിനകത്ത് വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് പകൽ ദൈവാത്മാവ് ചിലരെ നോക്കി ആത്മാവ് ദൂത് പറയുന്നു, നിന്റെ കഷ്ടകാലത്ത് അകന്നു നിൽക്കുന്ന ദൈവമല്ല, മിണ്ടാതിരുന്ന ദൈവം നന്ദി. ഞാൻ ജാതികളുടെ നടുവിൽ ഉന്നതനായി തീരും. നിനക്ക് വലിയ ശക്തിയും ബലമുണ്ട്. പക്ഷെ നീ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് വലിയ ശത്രുവിന്റെ നടുവിൽ നീ ഒന്നും ചെയ്യാതെ ദൈവസന്നിധിയിൽ വിടുതൽ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, ഈ പ്രതിസന്ധി കഴിവോളം ഈ ദൈവത്തിന്റെ ചിറകിൽ ശരണം പ്രാപിക്കാൻ തയ്യാറായാൽ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇടയായി തീരൂ. ദൈവം യുദ്ധം ചെയ്തോ പ്രിയരെ? യുദ്ധം ചെയ്തു. ദൈവത്തിന്റെ സൈന്യം നമ്മൾ പറയുന്ന പോലെ സൈന്യമൊന്നുമല്ല. 1000 ജനമൊന്നും ദൈവത്തിന് വേണ്ട. ഒരൊറ്റ ദൂതൻ അശൂരിന്റെ പാളയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ വചന പ്രകാരം പറയുന്നത് 1,85,000 പേര് ഒരൊറ്റ ദൂതൻ ഇറങ്ങിയപ്പോൾ തന്നെ അവ തകർന്നു പോകുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിനാണ് ദൂത് പറയുന്നു, കഷ്ടകാലത്ത് അകന്നു നിൽക്കുന്ന ഒരു ദൈവത്തെയല്ല നീ സേവിക്കുന്നത്, കഷ്ടകാലത്ത് അടുത്ത് വസിക്കുന്ന ഒരു ദൈവത്തെ. നിന്റെ ശക്തിക്കും യുക്തിക്കും ബുദ്ധിക്കും ജ്ഞാനത്തിനും കഴിവിനും സാമർത്ഥ്യത്തിനപ്പുറത്ത് പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ വിളിച്ചു പറ, ഭൂമി കുലുങ്ങിയാലും പർവ്വതം കുലുങ്ങിയാലും സമുദ്രം കുലുങ്ങിയാലും രാജ്യം കുലുങ്ങിയാലും എന്റെ ദൈവം എന്റെ കൂടെയുണ്ടെങ്കിൽ ഇവരുടെ നടുവിൽ സധൈര്യം മുന്നേറാനുള്ള ശക്തി ദൈവം എനിക്ക് നൽകുവാനിടയായിരിക്കും. ആമേൻ. കഷ്ടകാലത്ത് അവൻ അടുത്ത തുണിയാണ്. ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലിട്ടു. സാഹചര്യം അറിയാമല്ലോ, കഷ്ടകാലത്ത് ദൈവം മാറി നിന്നില്ല. സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന് സിംഹവുമായി അടച്ചു. തീച്ചുളരിട്ടു. തീയുടെ നടുവിൽ 4-മനായി ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അവരെ കണ്ണാൽ കണ്ടു. ഇന്ന് പകൽക്കാലം കഷ്ടകാലത്ത് അകന്നു നിൽക്കുന്ന ദൈവമല്ല നീ സേവിക്കുന്ന ദൈവം, കഷ്ടകാലത്ത് അടുത്തു വസിക്കുന്നവനാണ് ദൈവം. യോസേഫിനെ സിംഹക്കുഴിയിലിട്ടു. പൊത്തിഫറിന്റെ ഭവനത്തിൽ ഉയരുന്ന അപവാദങ്ങൾ അവനെതിരെ ഒരു ഈർച്ചവാൾ പോലെ, മൂർച്ചയുടെ അസ്ത്രം പോലെ തൊടുത്തു വിട്ടു. പക്ഷേ ഇന്ന് പകൽ ഞാൻ ദൂരം പറയട്ടെ, അതിന്റെ നടുവിൽ യോസേഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി തീർന്നു. ഇന്ന് പകൽക്കാലം അപവാദത്തിന്റെ ചുഴിക്കകത്ത്, അപവാദത്തിന്റെ അസ്ത്രത്തിനകത്ത് നിന്നെ ഒതുക്കി തീർത്ത്, പോലെയുടെ ഗൃഹത്തിനകത്ത് ഒതുക്കി തീർക്കാമെന്ന് ശത്രു അതിന്റെ വെല്ലുവിളിയെത്തിയ നിന്റെ കഷ്ടകാലത്ത് ദൈവം അകന്നു നിൽക്കുകയില്ല. കഷ്ടകാലത്തിനോട് അടുത്തു വരുന്ന ഒരു ദൈവത്തിനാണ് നീ സേവിക്കുന്ന ദൈവം. സഹോദരന്മാർ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു കേട്ടോ, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 42-ാം 21-ാം വാക്യം നമ്മെ ഒറ്റിക്കൊടുത്ത സഹോദരന്മാരും ഒത്തിപ്പേരിന് പിന്നത്തെ പറയാൻ കഴിഞ്ഞ ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 42-ാം 21-ാം വാക്യം. ഉൽപ്പത്തി 42:21. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകും. സഹോദരന്മാർ പറയാ, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാണ്. അടുത്തത്, അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവന്റെ പ്രാണസങ്കടം കണ്ടറിയും. അവന്റെ അപേക്ഷ കേട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്നവർ തമ്മിൽ പറഞ്ഞു. ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്ന് തമ്മിൽ പറഞ്ഞു. ഈ തന്നെ കഷ്ടതയിലൂടെ ഉൾപ്പെട്ടകടത്തിലിട്ടു ഇട്ട സഹോദരന്മാര് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇതേ സഹോദരന്മാർ പറഞ്ഞൊരു പദമാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവർക്ക് വന്ന ക്ഷാമവും അവർക്ക് വന്ന പ്രതിസന്ധി അവർ തിരിച്ചറിഞ്ഞു. നമ്മൾ ഒരു നീതിമാന്റെ രക്തത്തിൽ ആട്ടുകൊറ്റന്റെ രക്തം വസ്ത്രത്തിൽ നീതിമാന്റെ വസ്ത്രത്തിൽ ആട്ടുകൊറ്റന്റെ രക്തം കലർത്തി അപ്പന്റെ മുഖം മറച്ച് അപ്പനിൽ നിന്ന് അവൻ മരണപ്പെട്ടു എന്നുള്ള ചിന്ത അവൻ അപ്പന് കൊടുത്തത് നമ്മളാണ്. പക്ഷേ അന്ന് നമ്മളിങ്ങനെ അത് ചെയ്തെങ്കിലും ഇന്ന് നമുക്ക് വന്ന ഈ ദോഷത്തിന് കാരണം നമ്മൾ അന്ന് ചെയ്ത ഈ പ്രവൃത്തിയാണെന്ന് സഹോദരന്മാർക്ക് തിരിച്ചറിയേണ്ടിയായിരുന്നു. ഇന്ന് പകൽ ഞാൻ ദൂത് പറയാം, നീ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിന്നാൽ, ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിന്നാൽ നിനക്കെതിരെ ഉയരുന്ന ഒരു ആയുധം ഫലിക്കത്തില്ല. നിനക്കെതിരെ വരുന്ന ഒരു ആയുധം ഫലിക്കത്തില്ല. എത്ര പേര് ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ട്? നിനക്കെതിരെ വരുന്ന ഒരു ആയുധം ഫലിക്കില്ല.
അതേ സഹോദരന്മാർക്ക് പറയാൻ കഴിയും, ഇന്ന് നമുക്ക് അന്ന് ഭവിച്ചത് അന്ന് നമ്മൾ ചെയ്ത പ്രവൃത്തിക്ക് കാരണമാണെന്ന് അത് തിരിച്ചറിയാനിടയായിട്ട് ഇന്ന് പറഞ്ഞ ദൈവത്തോടുകൂടെ നീ സഞ്ചരിക്കാൻ തയ്യാറായ ദൈവം നിനക്ക് തുണയായി നിൽക്കും. എവിടെ നിൽക്കും? നിന്റെ പ്രതിസന്ധി തുണയായി നിൽക്കും, നിന്റെ കഷ്ടകാലത്ത് തുണയായി നിൽക്കും. നിനക്ക് ഇതിന് വിരോധമായി നിന്ന ശത്രുക്കളുടെ നിലവിൽ ദൈവം നിനക്ക് വേണ്ടി സമ്പാദിക്കും. അവിടെ വാമൊഴിയാ നിനക്ക് വേണ്ടി ഇടപെടും. ഇത് നമുക്ക് വന്നു ഭവിച്ചത് നമ്മൾ യോസേഫിനോട് ചെയ്ത പ്രവൃത്തിക്ക് പകരമാണെന്ന് പറഞ്ഞ് അവരെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കത്തക്കവണ്ണം ഒരു ദൈവ പ്രവൃത്തിയാക്കി തീർക്കും. കരമേറ്റി കർത്താവിനെ സ്വതന്ത്രം ചെയ്താണ്. എങ്കിലും യോസേഫിന്റെ ഹൃദയം നിങ്ങൾ ശ്രദ്ധിച്ച്, അവനെതിരായിത്തീർന്ന വ്യക്തികൾക്ക് വേണ്ടി അന്യദേശത്ത് ക്ഷാമമായിത്തീർന്ന ദേശത്ത് മടങ്ങി വന്ന സഹോദരന്മാർക്ക് വേണ്ടി, പിതാവിന് വേണ്ടി, മാതാവിന് വേണ്ടി നന്മ ചെയ്യാൻ മറന്നുപോയില്ല. ഇന്ന് പകൽക്കാലം തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തിന്മയ്ക്ക് നന്മ ചെയ്യാൻ തയ്യാറായ ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, വക്രതയുള്ള ഒരുത്തനും ശക്തി പ്രാപിക്കത്തില്ല. ദുഷ്ടത പ്രവർത്തിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കത്തില്ല. ഇന്ന് പകൽ എങ്ങനെയാണ് ദുഷ്ടതയ്ക്ക് ബലഹീനമാക്കാൻ കഴിയുന്നത്, ദുഷ്ടത നിർവീര്യമാക്കാൻ കഴിയുന്നത്? തിന്മ കൊണ്ട് അതേ ജയിക്കാനല്ല, തിന്മയെ നന്മ കൊണ്ട് ജയിച്ചാൽ ദുഷ്ടതയുള്ളതൊന്നും ശക്തി പ്രാപിക്കത്തില്ല. കരമേറ്റി കർത്താവിനെ സ്തോത്രം ചെയ്താൽ ശക്തിയോടെ ദൈവത്തിന്റെ മക്കളെ, ഈ അനുഭവത്തിലൂടെ കടന്നുപോയ യോസേഫ് തന്റെ മക്കൾക്ക് പേരിട്ടപ്പോൾ ഈ കഷ്ടതയുടെ അനുഭവങ്ങൾ ആ തലമുറയ്ക്ക് ഒരു പേരാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ആ ഉൽപ്പത്തി പുസ്തകം 39 അധ്യായമൊക്കെ പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 41 അതിന്റെ 51-52 വാക്യം വായിപ്പിക്കും. ഞാനിവിടെ വാക്യങ്ങൾ വായിപ്പിക്കും, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഉൽപ്പത്തി പുസ്തകം 41, 51, 52 വാക്യം. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തന്റെ ആദ്യജാതനെ താൻ അനുഭവിച്ച കഷ്ടത നടുവിൽ തനിക്ക് ദൈവം നൽകിയ തലമുറയ്ക്ക് പേരും അതിനോട് അന്വർത്ഥമായി പേരിട്ടു. സ്തോത്രം. ഒന്നുകൂടെ വായിക്കാമോ? വായിക്കാം. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞു യോസേഫ് തന്റെ ആദ്യജാതനെ മനശ്ശെ എന്ന് പേരിട്ടു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് കൂടിയുണ്ടോ? ദൈവം നമ്മോട് കൂടിയുണ്ടോ? സഹോദരന്മാര് പറഞ്ഞു അവന്റെ കൂടെ ദൈവമുണ്ട്, അതുകൊണ്ട് അവൻ കൃതാർത്ഥനായി. 39:2, 3, അതിന്റെ 22, 23 വാക്യങ്ങൾ. 39:2 വാക്യം മാത്രം വായിക്കാം. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് വന്ന ദൈവം കൂടി ഉണ്ടെങ്കിൽ നീ കൃതാർത്ഥനാകും. 3 വാക്യം. യഹോവ അവനോട് കൂടെ ഉണ്ടെന്ന് അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു. ദൈവം കൂടി ഉണ്ടെങ്കിൽ നീ കൃതാർത്ഥനാകുക മാത്രമല്ല, നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അതിന് 22 വാക്യം. കുഞ്ഞുങ്ങൾ 23 വാക്യം. കാരാഗൃഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗൃഹ പ്രമാണി യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ പ്രവൃത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു. ശ്രദ്ധിച്ചേ, ദൈവം കൂടി ഉണ്ടായ കാരാഗൃഹത്തിനകത്താണെങ്കിലും നിനക്കൊരു ശുശ്രൂഷയുണ്ട്. അതിനുള്ള സകലത്തിന്റെ മേലും ഒരു അധികാരിയാക്കി യോസേഫിനെ ദൈവം കൂടി ഉണ്ടെങ്കിൽ നിന്റെ പ്രവാസവും നിനക്ക് അനുഗ്രഹമാക്കി മാറ്റും. ദൈവത്തിന്റെ കൂടി ഉണ്ടെങ്കിൽ നിന്റെ കഷ്ടതയ്ക്കകത്തും ദൈവത്തിന്റെ കരുതലുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? 23 വാക്യം വായിച്ചേ. 23 വാക്യം. അവൻ ചെയ്തതൊക്കെ സഫലമാകുക കൊണ്ട് അവന്റെ കൈക്കീഴിലുള്ള യാതൊന്നും കാരാഗൃഹ പ്രമാണി നോക്കിയില്ല. ശ്രദ്ധിച്ചേ കേട്ടോ, ദൈവം കൂടി ഉണ്ടായതുകൊണ്ട് ദൈവം അവൻ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ സബലീകരിച്ചതുകൊണ്ട് പിന്നെ അവന്റെ വിഷയം, അവൻ ചെയ്യുന്ന ഡ്യൂട്ടിയിലൊന്നും മറ്റേ ആരും ശ്രദ്ധിക്കേണ്ട ആവശ്യം വന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവം നിന്റെ കൂടി ഉണ്ടെങ്കിൽ നീ ചെയ്യുന്ന പ്രവൃത്തിക്കകത്തും ഒരു സബലീകരണമുണ്ട്. അത് മറ്റാർക്കും അതിന്റെ അകത്ത് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവൻ അത് ചെയ്താൽ അത് ക്ലിയർ ആകുമെന്നുള്ള ബോധത മറ്റുള്ളവർക്ക് വ്യക്തമാകും. ഒന്ന് ദൈവത്തോടുകൂടെ സഞ്ചരിക്കുക. കഷ്ടകാലത്ത് ദൈവം നിന്റെ കൂടി ഉണ്ടെങ്കിൽ പ്രതിസന്ധിക്കകത്തും ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കും. നീ കുടുംബ മേഖല അനുഗ്രഹിക്കപ്പെടും. നീ കൃതാർത്ഥനായി തീരും. അവൻ നിന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ അത് കൃത്യനിഷ്ഠമായി നീ ചെയ്തു എന്ന് നിനക്ക് മാത്രമല്ല ജനത്തിനും ബോധ്യമായി തീരും. ദൈവം കൂടിയുണ്ടെങ്കിൽ ദൈവം പറയാ ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്?
പക്ഷേ ഗിദിയോനെ ദൈവം മനസ്സിലാക്കി, ദൈവം കൂടി ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിച്ചാൽ, ഇളകി മറിഞ്ഞാലും മിദ്യാനി ശക്തി എതിരായി വന്നാലും ഈ മിദ്യാനിയുടെ നടുവിൽ നിനക്കൊരു കൊയ്ത്തുണ്ട്. ഇന്ന് പലർക്കാലം ദൈവത്തെ സമീപാൻ ഇറങ്ങി തിരിച്ച ദൈവമക്കളെ, ദൈവത്തെ സമീപാൻ ഇറങ്ങി തിരിച്ചത് കൊണ്ട് ഇതെന്താ ഇങ്ങനെ സംഭവിക്കുമെന്ന് നീ ചോദിച്ചാൽ, ദൈവാത്മ പറയുന്നു, ഇത് മിദ്യാന്യ ശക്തിയുടെ നടുവിൽ 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 അവൻ നിന്നിലൂടെ ഒരു കൊയ്ത്ത് ഇസ്രായേലിന് നൽകാൻ ചില പരിസ്ഥിതിയെ ഇളക്കി മറിക്കുകയാണ്. കാര്യങ്ങൾ നിന്റെ കരത്തിലേക്ക് കൈമാറാൻ, കാര്യങ്ങൾ നിന്റെ കൈവശത്തിലേക്ക് നൽകുവാൻ കപ്പൽ മാലൂമി പൗലോസിന്റെ വാക്ക് കേട്ടില്ല. അമ്മേ തെക്കൻ കാറ്റും അന്ധമായി ഊതുകയാൽ കാര്യം സാധിച്ചു എന്ന് ചിന്തിച്ചു. കപ്പൽ മുന്നോട്ട് പോയി, പക്ഷെ അവിടെ യാതൊരു വിലയും പൗലോസ് ഉണ്ടായിരുന്നില്ല. എന്ന കാര്യങ്ങളൊക്കെ സാധ്യമായെന്ന് അമ്മ കപ്പൽ മാലൂമി ചിന്തിച്ചിരിക്കുമ്പോ ഒരു ഈശാനമൂലന്റെ കാറ്റടിച്ചു വന്നപ്പോ അല്പസമയം കഴിഞ്ഞപ്പോ കാര്യങ്ങൾ കൈവിട്ടുപോയി. പക്ഷെ പടകിന്റെ കപ്പലിന്റെ നിയന്ത്രണം അവൻ പൗലോസിനെ ദൈവം നൽകി. ഈ രാത്രി ഈ കപ്പലിന്റെ അകത്തുള്ള ഒന്നിന്റെ പ്രാണൻ നശിച്ചു പോകത്തില്ല. അവരുടെ പ്രാണങ്ങൾ നിന്റെ അകത്തിൽ തരും. ഇതുപോലെ ദൈവം നിന്റെ കൂടെ ഉണ്ടായ സാധ്യതകളെ അട്ടിമറിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രവർത്തനത്തിലേക്ക് വേണ്ടി വെളിപ്പെടുത്താൻ ദൈവം സർവശക്തനാണ്. ഇന്ന് പല ദൈവോന്മാരുടെ ദൂരെ പറയുന്നു, ഇളകി മറിയുന്ന ചില സാധ്യതകൾ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് നീ ചിന്തിക്കുന്നത്. ചില കാര്യങ്ങൾ കൈവിട്ടുപോയി. പരിശുദ്ധാത്മ പറയുന്നില്ല, കുഞ്ഞാൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഇളകി മറിയുന്ന വിഷയത്തിന്റെ തീർത്തം ദൈവം നിന്റെ പക്കൽ തരാൻ പറയുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിനക്ക് നിന്റെ നീ തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. നീ സേവിക്കുന്ന നിന്റെ ദൈവത്തിന് നിന്റെയും നിന്റെ പടകിന്റെയും നിന്റെ കപ്പലിന്റെയും ഈ ജനത്തിന്റെ നീ തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. എത്രപേരത് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് പകൽക്കാലം? അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വിശ്വാസങ്ങളിൽ തക്കണം. കഷ്ടകാലത്ത് എന്റെ ദൈവം ദൂരല്ല, കഷ്ടകാലത്ത് എന്റെ ദൈവം അടുത്തുണ്ട്. നിശബ്ദതയിൽ ചലിക്കുന്ന ഒരു ദൈവകരമുണ്ട്, നിശബ്ദതയിൽ ഇടപെടുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. എത്രപേരത് വിശ്വസിക്കുന്നുണ്ട്? കഷ്ടകാലത്ത് അടുത്ത് വസിയ ദൈവം മാത്രമല്ല. അതിന്റെ ഒരു വാക്കുകൾ പറഞ്ഞൊരു വാക്ക് നിർത്താൻ പോകുക. 4-ാം വാക്യം വായിച്ചു. 4-ാം വാക്യം. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. 2-ാമത്തെ ചിന്ത, ദുഃഖവേളയിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന ദൈവം. കഷ്ടകാലത്ത് അടുത്ത് നിന്നിട്ട് ദുഃഖത്തിന്റെ വേളയിൽ നമ്മെ സന്തോഷിപ്പിക്കുക. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഉപമാന രീതി പറഞ്ഞിരിക്കുന്ന പദപ്രയോഗം അതിന്റെ 4-ാം വാക്യമാണ്. അവിടെ പറയുന്നു, ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവ നഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ എന്ത് ചെയ്യുന്നു? സന്തോഷിപ്പിക്കുന്നു. ഈ നദി അത് ഒരു ഇളക്കം വന്നപ്പോ സമുദ്രം മുഴുവൻ ഇളകിയില്ലേ? സമുദ്രത്തെ മുഴുവനും ശാന്തമായ സമുദ്രം മുഴുവൻ ഇളകി മറിഞ്ഞില്ലേ? പക്ഷേ ഇളകി മറിഞ്ഞ സമുദ്രത്തെ നിശബ്ദമാക്കുന്ന ഒരു നദി. കലങ്ങി മറിഞ്ഞ സമുദ്രത്തെ നിശബ്ദമാക്കുന്ന ഒരു നദി. ഇതിൽ ആലങ്കാരി ഭാഷയെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ നദി എന്താ ചോദിച്ചാൽ അതിന്റെ തോടുകൾ ദൈവ നഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ ദുഃഖത്തെ സന്തോഷപൂർണമാക്കുന്ന ഒരു ദൈവം. ഇതുപോലെ ഞാൻ പറഞ്ഞ വാക്ക് നിർത്താം. സമുദ്രങ്ങൾ ഇളകി മറിയുമ്പോഴും ശാന്തമാക്കുന്ന നദി ഏതാ? മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന നദിയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന നദി ഇന്ന് പകൽക്കാലത്ത് നമ്മൾ ഒഴുക്കപ്പെട്ടാൽ അത് എങ്ങനെ ഒഴുകുന്നത്? നമ്മുടെ ഉള്ളിൽ നിന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തിരുവഴിക്ക് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദി എന്ത് ചെയ്യും? ഒഴുകും. നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുക. ഇന്ന് പകൽക്കാലം പുറത്തുള്ള സാഹചര്യങ്ങളെ ശമിപ്പിക്കാൻ, പുറത്തുള്ള സാഹചര്യങ്ങളെ ശമിപ്പിക്കാൻ നിന്റെ ഉള്ളിൽ നിന്നൊരു നദി അകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകുക. ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത് പറയാം, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അകത്ത് ആത്മീയ സന്തോഷം അനുഭവിക്കുന്ന ദൈവമക്കളുടെ ഉള്ളിൽ നിന്ന് അനുകൂലമല്ലാത്ത ഇളകി പറയുന്ന ആ കലുഷിതമായ സാഹചര്യത്തിന്റെ ഉള്ളിൽ നിന്ന് അവൻ എവിടെ പാർത്തിരുന്നാലും ഏത് സാഹചര്യത്തിലാകട്ടെ, വല്ലാത്ത സ്ഥലമെന്ന് യാക്കോബ് പറഞ്ഞ പോലെ വല്ലാത്ത സ്ഥലത്താകട്ടെ, അവൻ ആത്മാവ് ഏറ്റെടുത്ത ദൈവ സാന്നിധ്യം ലൂസിന്റെ അകത്ത് യാക്കോബിന് വേണ്ടി ഇറങ്ങി വന്നതുപോലെ നീ ആയിരിക്കുന്ന ദൈവമക്കൾ, ദൈവ സാന്നിധ്യം ദൈവമക്കൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വഹിക്കുന്ന ഒരു വാഹകരാണെങ്കിൽ നീ ആയിരിക്കുന്ന പ്രതിസന്ധിയുടെ തലത്തെ സന്തോഷപൂർണമാക്കുന്ന ഒരു നദി നിന്നിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെടട്ടെ. അത് പരിസ്ഥിതിയെ അനുകൂലമാക്കുന്ന നദി.
നദിയാണ്. അത് ദൈവത്തിന്റെ നഗരത്തെ സന്തോഷിപ്പിക്കും. ആമേൻ. കർത്താവിന് സ്തോത്രം ചെയ്താട്ട് ഈ മാതാവിനെ കരത്തിൽ പിടിച്ചൊന്ന് അവിടെ കൊണ്ടിരുത്തണമേ. ദൈവത്തിന്റെ നഗരത്തെ സന്തോഷിപ്പിക്കുന്ന നദി. എല്ലാവരും കൂടി ശ്രദ്ധിച്ചാണ്. നിങ്ങൾ എല്ലാവരും കൂടെ ചെന്ന് അമ്മച്ചി അവിടെ കൊണ്ടിരുത്തണ്ട. അമ്മച്ചി ഇരുത്താൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവൻ കണ്ണുകൊണ്ട് ആരും പോയി ഇരുത്തണ്ട. അവരെ മകൾ കൊണ്ടിരുത്തും. നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കണ്ട. സ്തോത്രം. കരമേർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട് പോരാ ശക്തിയോടെ ദൈവത്തിന് ഹല്ലേലൂയ. ഈ നദി ഹൃദയത്തിൽ നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതാണ് അല്ലേ? പുറത്തേക്ക് ഒഴുകുന്നത്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 2-10 വാക്യം പറഞ്ഞത് ഏദനെ നനപ്പാൻ ഒരു നദി പുറപ്പെട്ടു. അത് 4 ശാഖയായി പുറപ്പെട്ടു. ദൈവത്തിന്റെ തോട്, ദൈവത്തിന്റെ നദി ഏദനെ മുഴുവനും ആത്മന്റെ വിശുദ്ധ നിവാസത്തെ മുഴുവൻ എന്ത് ചെയ്തു? സന്തോഷിപ്പിച്ചു. അതുകൊണ്ട് സന്തോഷം ഉളവായതുകൊണ്ട് സംഭവിച്ച സാഹചര്യം പറയുന്നു, അവിടെ ഫലപുഷ്ടിയായ അനുഭവം ഉണ്ടായി. ആമേൻ. ഇവിടെ പറഞ്ഞാൽ ആമേൻ ഗുൽഗുലും ഗോമേദവും ആമേൻ രോഗസൗഖ്യത്തിന് ആവശ്യമായത് ആമേൻ രത്നക്കല്ലുകൾ ആ നദിക്കകത്തുണ്ടായിരുന്നു. ഇന്ന് പല പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിനകത്ത് ഒരു വ്യക്തി നിമജ്ജനം ചെയ്യപ്പെട്ടാൽ അവനെ മഹത്വപൂർണവനാക്കി മാറ്റും. അവൻ മഹത്വമുള്ളവനായി മാറും. അവനിൽ രോഗശാന്തി ഉണ്ടാകും. അവന് സൗഖ്യം ഉണ്ടാകും. ഇന്ന് പലകാലം ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളെ ഇളകി അറിയുന്ന ചില പ്രതിസന്ധികൾ രോഗങ്ങളുടെ നടുവിൽ പറഞ്ഞ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ ആത്മാവിന്റെ സാന്നിധ്യത്തിന്റെ നദി നിന്നിൽ ഒഴുകപ്പെട്ടാൽ ഇന്ന് പകൽ നീ സൗഖ്യം പ്രാപിച്ചതിന്റെ അകത്തുനിന്ന് പോകും. നീ കുടുകളോടുകൂടെ പോകും. വിശ്വസിക്കുന്നുണ്ട്. സൗഖ്യം പ്രാപിച്ചു പോകുമോ? പോകും. നിന്നെ മൂല്യമുള്ള ഒരു വസ്തുവാക്കി മാറ്റും. മൂല്യമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റും. ആമേൻ. ആ നദിക്കകത്ത് രത്നങ്ങളാകുന്ന അനുഭവങ്ങൾ ഉണ്ടായി. അതിനകത്ത് ഔഷധത്തുമാകുന്ന വസ്തുതകൾ ഉണ്ടായി. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നദിക്കകത്ത് ആത്മാനന്ദ നദിക്കകത്ത് കുളിച്ചുകയറുന്ന ഒരു വ്യക്തിയിൽ അവന്റെ നിലയ്ക്കും നിലവാരത്തിനും വ്യത്യാസം വരുമാറ് അവനെ മഹത്വപൂർണ്ണമാക്കി തീർക്കുന്നതാണ് ഈ ദൈവത്തിന്റെ നദി. ഇത് എവിടെയൊക്കെ സന്തോഷം? ദൈവത്തിന്റെ വിശുദ്ധ നിവാസത്തെ എന്ത് ചെയ്യും? ഈ ദൈവത്തിന്റെ വിശുദ്ധ നിവാസം ഏതാ? ഒറ്റ പദം പറഞ്ഞ വാക്ക് നിർത്താം. ശ്രദ്ധിച്ചേ. എഫേസ്യ ലേഖനം 5:22 എന്താണ് വിശുദ്ധ നിവാസം? ആരാണ് വിശുദ്ധ നിവാസം? എഫേസ്യ ലേഖനം 2:22 പെട്ടെന്ന് വായിക്കണം. അവൻ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകണം. അപ്പോ വിശുദ്ധ നിവാസം എന്ന് അവൻ നിങ്ങളെയും ദൈവത്തിന്റെ വിശുദ്ധ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച്. അപ്പൊ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വിശുദ്ധ നിവാസം എന്ന് പറയുന്നത് പഴയ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആലയമായിരുന്നെങ്കിൽ, അവ ദൈവത്തിന്റെ നഗരിയായിരുന്നെങ്കിൽ, ദൈവ സാന്നിധ്യം നിൽക്കുന്ന മേഖലയായിരുന്നെങ്കിൽ, പുതിയ നിയമ കാഴ്ചപ്പാടി ദൈവത്തിന്റെ നിവാസം എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ്. ഹല്ലേലൂയ. അത് പറഞ്ഞപ്പോൾ ഒരു സ്തോത്രം പോലും പറഞ്ഞിട്ടുള്ളൂ. ദൈവത്തിന്റെ നിവാസമാണ് നാം. അപ്പൊ നമ്മെ സന്തോഷിപ്പിക്കുന്ന നദി. എങ്ങനെയാണ് ഈ നിവാസമായത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നത് നീ കേട്ടതും കണ്ടതും മുമ്പിൽ വന്നതെല്ലാം നിന്നെ അരോചകപ്പെടുത്തുന്നതാണെങ്കിൽ നിന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു നദി നീയാകുന്ന വിശുദ്ധ നിവാസത്തെ കുളിർമയണിയിക്കുന്ന ഒരു ദൈവ പദ്ധതിക്ക് വേണ്ടി ഒരുക്കി തീർക്കുന്ന ഒരു നദി നിന്നിലുണ്ട്. അത് പരിശുദ്ധാത്മാവാകുന്ന നദിയാണത്. അതുകൊണ്ടാണ് ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ നിന്ന് ഒരുക്കപ്പെട്ട നദി പ്രവാചകൻ അടക്കി അളന്നു. നരിയാളിയോളം മുട്ടോളം അരയോളം ഏറ്റവും സാധനം പുള്ളിക്കാരൻ പറഞ്ഞത് നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു നദിയാണെന്ന് പറഞ്ഞു. ഇത് പകൽക്കാലം ശ്രദ്ധിച്ചോ? നിന്റെ ആളുകോളുകൾക്കും ചിന്താഗതികൾക്കും മാറ്റം ലഭിച്ചുകൊണ്ട് മുമ്പോട്ട് ആനയിക്കുന്ന ഒരു നദിയാണ് ഈ നദി. നീ ആകുന്ന ആലയത്തിനകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകുന്ന നദി. നിന്റെ പരിധിക്കപ്പുറത്ത് പരിമിതിക്കപ്പുറത്ത് നിന്നെ മുമ്പോട്ട് ആനയിക്കുന്ന ഒരു നദിയാണ് ഈ നദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അത് മാത്രമല്ല, ഈ നദി ചെന്നപ്പോൾ അരാമ്പ മുഴുവനും ചലിക്കാത്ത അരാമ്പ, പദ്യമാകാത്ത അരാമ്പ, മത്സ്യമില്ലാത്ത അരാമ്പ, മത്സ്യബന്ധന ബോട്ടില്ലാത്ത അരാമ്പ, വൃക്ഷങ്ങളെല്ലാം ഉണങ്ങി വരണ്ടു ഇരുന്ന അരാമ്പയുടെ മണ്ണിലേക്ക് ആ സമുദ്രത്തിലേക്ക് ഗലീലയിൽ ഒരുക്കപ്പെട്ട നദി ചെന്നു ചേർന്നപ്പോ അടുത്തൊരു വചനം യെഹെസ്കേൽ പ്രവാചക പുസ്തകത്തിൽ പറയുന്ന പ്രകാരമാണ്, ഈ നദി ചെന്ന് ചേർന്നിടത്തൊക്കെ ചലിക്കുന്ന പ്രാണികൾ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ പറയുന്നു, ഈ പരിശുദ്ധാത്മാവാകുന്ന നദി ഈ ആകുന്ന വിശുദ്ധ നിവാസത്തിലേക്ക് അടുത്ത് വന്ന ചലനം നഷ്ടപ്പെട്ടതിനെ ചലിപ്പിക്കുന്നതാക്കി മാറ്റുന്നതാണ് ഈ ദൈവത്തിന്റെ നദി.
ഒന്നുകൂടെ പറയുക. ആമേൻ. നിർജീവമായി പോയത്, ചലിക്കാൻ കഴിയാതെ കിടക്കുന്നത്, ഇവിടെ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നും, മത്സ്യമില്ല, മത്സ്യബന്ധന ബോട്ടില്ല, പലരും വല അടക്കി വെച്ച് ബോട്ടിൽ വെച്ച് തിരികെ അവരെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോയ ഈ അരാമയുടെ മണ്ണ് ശൂന്യമെന്ന് പറഞ്ഞ ജനത്തിന്റെ നടുവിൽ ഗലീല നദി പുറപ്പെട്ടപ്പോ അവിടെ മത്സ്യബന്ധന ബോട്ട് വന്നെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിർജീവമായ വൃക്ഷങ്ങളെല്ലാം തഴച്ചു വളർന്നു. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിനാ ഞാൻ ആത്മാവിൽ ദൂത് പറയട്ടെ. നിർജീവമായി കിടക്കുന്ന ചില പരിസ്ഥിതികൾ, യോഗ്യമല്ലാതെ കിടക്കുന്ന ചില പരിസ്ഥിതികൾ, പത്യമാകാതെ കിടക്കുന്ന ചില പരിസ്ഥിതികൾ, പരിശുദ്ധാത്മാവാകുന്ന സാന്നിധ്യത്തിലേക്ക് വരുമ്പോ നിന്നെ പത്യമാക്കി, നിന്നെ യോഗ്യമാക്കി, നിന്നെ നഷ്ടപ്പെട്ട പ്രതാപങ്ങളെ മടക്കി വരുത്തി ദൈവം നിന്നെ ജീവിപ്പിക്കുന്നതാണ് ഈ നദി. അതുകൊണ്ട് ഒരു നദിയുണ്ട്, പരിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്ന നദിയാണ്. ശക്തിയോടെ ദൈവത്തിന് മഹത്വം. 10-ാം വാക്യം വായിക്കാം. 10-ാം വാക്യം, സങ്കീർത്തനം 10. ഇല്ലാതിരിക്കെ ഞാൻ ജാതി വെടിയിൽ ധൈര്യം നൽകുന്നത്. ഇല്ലാതിരുന്ന് ദൈവം ജാതിയുടെ നടുവിൽ ദൈവത്തെ ആത്മീയത്തിൽ യുദ്ധങ്ങൾ വിശ്വാസത്തിൽ അവ യുദ്ധങ്ങളെ ശക്തിയോടെ ദൈവത്തിന് മഹത്വം. കേൾപ്പിച്ച വചനത്തിനാണ് കഷ്ടകാലത്ത് അകന്നിരിക്കുന്നവനല്ല, കഷ്ടകാലത്ത് അടുത്തിരിക്കുന്ന ദൈവം. ദുഃഖത്തിന്റെ വേളയിൽ അകന്നിരിക്കുന്ന ദൈവമല്ല, ദുഃഖത്തെ സന്തോഷമാക്കുന്ന ദൈവം. ധൈര്യം പകരുന്ന ദൈവം. ഇന്ന് പകൽക്കാലം പ്രതിസന്ധികളെ സധൈര്യം നോക്കി വിശ്വാസത്തിൽ കട്ടിപ്പാനിടയാക്കി അതുകൊണ്ട് ഭൂമി മാറിപ്പോയാൽ, പർവ്വതങ്ങൾ കുടുങ്ങി സമുദ്രത്തിൽ വീണാലും, അത് തിരിച്ചിടാൽ സമുദ്രങ്ങൾ കുടുങ്ങിയാലും, രാജ്യങ്ങൾ കുതിച്ചാലും, രാജ്യങ്ങൾ കുടുങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ഇതുപോലെ ഞങ്ങളോടുകൂടെ ദൈവം ഉണ്ടെങ്കിൽ, ഞങ്ങളോടുകൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, യോസേഫിനെ പോലെ കൃതാർത്ഥനാകുകയും ഞങ്ങളുടെ കരങ്ങളെ പ്രവൃത്തിയെ സാധ്യമാക്കി തീർക്കുകയും കർത്താവേ വർഷങ്ങളുടെ നടുവിൽ ഞങ്ങളുടെ പേര് നിലനിർത്തത്തക്ക നിലയിൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടുകൂടി ഉണ്ടല്ലോ. അത് ഞങ്ങൾ തിരിച്ചറിയുന്നു. പലപ്പോഴും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ദൈവം ഞങ്ങളോട് കൂടി ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് ഗിദെയോനെ പോലെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ചിലത് കരങ്ങി മാറ്റാലും ഒരു കൊയ്ത്തിനായി ഗിദെയോനെ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയ മേഖലയിൽ കാര്യങ്ങളെ നിരത്തി കൊണ്ടുവരുവാൻ ഗിദെയോനെ അഭിഷേകം ചെയ്തതുപോലെ ഈ ദിവസങ്ങളിലെ ജനത്തിന്റെ ഭവനങ്ങളിൽ, വ്യക്തിപരമായി കുടുംബങ്ങളിൽ, തലമുറകളിൽ കൈവിട്ടു പോയി കിടക്കുന്ന വിഷയങ്ങളെ ദൈവാത്മാവ് നിയന്ത്രിക്കത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തിയുടെ മഹത്വം തന്റെ ജനത്തിന് വേണ്ടി ദിവസങ്ങൾ ദൈവം വെളിപ്പെടുത്തുവാനായി പ്രാർത്ഥിക്കുന്നു. കൂടാതെ കാറ്റ് മന്ദമായി ഊരുകയാൽ കാര്യം സാധിച്ചു എന്ന് പൗലോസ് ചിന്തിച്ചുവെങ്കിലും ദൈവനോടുകൂടി ചിന്തിച്ചുവെങ്കിലും ദൈവം പൗലോസിന്റെ കൂടി ഉണ്ടായതുകൊണ്ട് കാര്യങ്ങളെയൊക്കെ പൗലോസിന്റെ കരത്തിൽ നിയന്ത്രിതമാക്കി മാറ്റിയതുപോലെ ഇതുപോലെ പ്രാർത്ഥിക്കുന്ന ജനത്തിന്റെ കരത്തിൽ ചില ആത്മീയ വിടുതലിന്റെ കരങ്ങൾ വിടുതൽ അവരുടെ കരത്തിൽ കൈമാറാൻ പോകുന്നതിനായി സ്തോത്രം. വിഷയങ്ങളെ ദൈവീയ വിടുതൽ സംഭവിച്ചിരിക്കുകയായി സ്തോത്രം. ഇതിന്റെ ജനത്തെ ആത്മീയ വിടുതലോടുകൂടെ ഈ പകൽ കടന്നു വിടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തന ഭാഗത്തിനായി സ്തോത്രം. കുഞ്ഞുങ്ങൾ മുമ്പോട്ട് കടന്നു വരാം. വാക്യങ്ങൾ, സാക്ഷ്യങ്ങൾ ദൈവസേന പ്രസ്താവിക്കാം. കുഞ്ഞുങ്ങൾ മുമ്പോട്ട് കടന്നു വരാം. உங்க வல்லமையாலே என்னை நிரப்புங்கப்பா, உங்க அக்கினியாலே என்னை நிரப்புங்கப்பா, உங்க வல்லமையாலே என்னை நிரப்புங்கப்பா, உங்க அக்கினியாலே நிரப்பிடுங்க, என்னை நிரப்பிடுங்க,
കച്ചേ തൊടുവോ അത്ഭുതം വരണം നിഴലെ തൊടുവോ സുഖത്തെ പെരണം കച്ചേ തൊടുവോ അത്ഭുതം വരണം പേതുരു പോലെ നിറപ്പിടുന്ന പൗരൻ പോൽ ഭയം നടത്തിടുന്ന പേതുരു പോലെ നിറപ്പിടുന്ന പൗരൻ പോൽ ഭയം നടത്തിടുന്ന നിറപ്പിടുക എന്നെ നിറപ്പിടുക ആവിനാലെ നിറപ്പിടുക നിറപ്പിടുക എന്നെ നിറപ്പിടുക വല്ലമയാലെ നിറപ്പിടുക താരിയാല പാതിരമാക வாழ்ந்த வாழ்வை முடிவுக்கு வரணும் காலியான பாத்திரமாக வாழ்ந்த வாழ்வை முடிவுக்கு வரணும் மூழ்கடுமே நான் மூழ்கடுமே ஆவின் நதியிலே மூழ்கடுமே நிரம்படுமே நான் நிரம்படுமே பரிசுத்த ஆவியால் நிரம்படுமே மூழ்கடுமே நான் மூழ்கடுமே ஆவின் நதியிலே மூழ்கடுமே நிரம்படுமே நான் நிரம்படுமே பரிசுத்த ஆவியால் நிரம்படுமே என்னை நிரப்புங்கப்பா உங்க வல்லமையாலே என்னை நிரப்புங்கப்பா உங்க அக்கினியாலே என்னை நிரப்புங்கப்பா உங்க வல்லமையாலே என்னை நிரப்புங்கப்பா உங்க அக்கினியாலே நிரப்பிடுங்க என்னை நிரப்பிடுங்க ஆவினாலே நிரப்பிடுங்க நிரப்பிடுங்க என்னை நிரப்பிடுங்க வல்லமையாலே நிரப்பிடுங்க. ആമേൻ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ എഫേസ്യർ 4:10 അവൾ മനോവസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു. 1 ശമൂവേൽ 1:10 സംഗീതം 118:5 ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്റെ കൂടാരത്തിൽ ഇരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ലംഘനങ്ങളെ മറക്കുന്നതിന് ശുഭമരിയില്ല. അവയായിട്ട് പറഞ്ഞ പുരുഷന്മാരെ കർണവിക്ക് സദൃശവാക്യം 22:13 Yet in all these things we are more than conquerors through him who loved us. Romans 8:37. Forever, O Lord, thy will is settled in heaven, thy faithfulness is unto all generation. It's you created the earth and its abide. Psalms 190 verses 89 and 90. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും വലം കരങ്ങൾ കുഞ്ഞുങ്ങളെ ഗീതം നീട്ടപ്പെടാം. ദൈവസഭയ്ക്ക് ദാനമായി നൽകിയ തലമുറകളെ ദൈവം അനുഗ്രഹിപ്പാൻ മാതാപിതാക്കളെ അരികിലായിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് കടന്നു പോയിരിക്കുന്ന തലമുറകൾ പഠനാർത്ഥം തൊഴിൽ വിദ്യാഭ്യാസത്തോട് ബന്ധപ്പെട്ട് വിവിധ ദേശങ്ങളിൽ കടന്നു പോയിരിക്കുന്ന തലമുറകൾ അവരായിരിക്കുന്ന പട്ടണങ്ങളിൽ ദേശങ്ങളിൽ നമ്മുടെ തലമുറയോടുകൂടി നീ അവരെ കരുതുവാൻ സുരക്ഷിതമായി നിർത്തുവാൻ ഈ വല്ലാത്ത കാലത്ത് നമ്മുടെ തലമുറകൾക്ക് ജീവിപ്പാണ്ട ഒരു ദൈവീയ പരിസ്ഥിതി അവർ ഇടപെടുന്ന ഇടപാടുകൾ ദൈവവിധ മാമണ്ണമായി തീരുവാൻ നമ്മുടെ തലമുറകൾ ദൈവത്താൽ മാനിക്കപ്പെടുവാൻ ഈ അവധി സമയം ശത്രു അവരെ തൊടാതെ ദൈവത്തിന്റെ വലിയ കരം അവരോട് കൂടി ഇരിക്കേണ്ടതിനായി നമുക്ക് അല്പസമയം സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മളെല്ലാവരും വളരെ പ്രാർത്ഥനയായിരിക്കുമ്പോൾ ചുരുക്കം വാക്കുകളിൽ പ്രിയ സുഭാഷൻ ചുരുക്കം വാക്കുകൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
കുഞ്ഞുങ്ങളെല്ലാം കർത്താവെ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. അതിലെ സഭയ്ക്ക് അനുഗ്രഹമാക്കി ആമേൻ.